വിശദമായി നോക്കാം. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ജൂനിയർ ആർട്ടിസ്റ്റുകൾ രംഗത്ത്. പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുവിനെതിരായാണ് ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യയുടെ പുതിയ ആരോപണം. അവസരം വേണമെങ്കിൽ സഹകരിക്കണമെന്നാവശ്യപ്പെട്ടതായും വഴങ്ങാത്തതിനാൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടെന്നും സന്ധ്യ വെളിപ്പെടുത്തി. അമ്മയോട് നടൻ മുകേഷ് മോശമായി പെരുമാറിയെന്നും സന്ധ്യ ആരോപിച്ചു. ലൈംഗികാരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നൽകിയ പരാതി കൊച്ചി സിറ്റി പോലീസ് ഇന്ന് പ്രത്യേക സംഘത്തിന് കൈമാറുകയും ചെയ്യും. രഞ്ജിത്തിനോട് ഫെഫ്ക വിശദീകരണം തേടിയിട്ടുമുണ്ട്. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻ പിള്ളരാജു തുടങ്ങിയവർക്കെതിരെ മിനു മുനീർ എന്ന ഇമെയിലായി പരാതി നൽകും. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ സംഘത്തിന് മുൻപിലെത്തിയേക്കും. അമ്മ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് നോമി ദിനേശും ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണനും ചേരും വിശദാംശങ്ങളുമായി. ആദ്യം ഞാൻ നോമി ദിനേശിലേക്കാണ് പോകുന്നത്. നോമി, മലയാള സിനിമാ ലോകം ഓരോ ദിവസവും ആടിയുലയുകയാണ്. പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നതോടുകൂടി ഇപ്പോഴിതാ വീണ്ടും ജൂനിയർ ആർട്ടിസ്റ്റുകൾ പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നു. ഏറ്റവും പ്രധാനമായ ഒരു എക്സിക്യൂട്ടീവ് യോഗം പോലും ചേരാൻ കഴിയാതെ വിറച്ചു നിൽക്കുകയാണ് അമ്മ സംഘടന എന്ന് പറയേണ്ട സാഹചര്യം. ഇന്നലെ നടൻ പൃഥ്വിരാജ് അടക്കം അമ്മയ്ക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറ്റവും പുതിയ ആരോപണങ്ങൾ ഏതു തരത്തിലാണ്? എക്സിക്യൂട്ടീവ് യോഗം എപ്പോഴത്തേക്ക് ഉണ്ടാകും? അതുമാത്രമല്ല, ഏറ്റവും പ്രധാനമായി അറിയാനുള്ളത് അമ്മയുടെ തലപ്പത്തേക്ക് ഇനി ആര് വരും എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനോട് തന്നെ പല ആർട്ടിസ്റ്റുകളും പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചേരുന്ന യോഗത്തിൽ ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടികൾ അല്ലെങ്കിൽ തുടർ നടപടികൾ ഏത് വിധത്തിലാകുമെന്നുള്ളതിൽ ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും. നമുക്കറിയാം, രഞ്ജിത്തിന് എതിരെ ആരോപണം ഉന്നയിച്ച ബംഗാളി നടി ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കൊച്ചി കമ്മീഷണർക്ക് പരാതി കൈമാറിയിരുന്നു. കൊച്ചി പോലീസ് കമ്മീഷണർ ഇത് നോർത്ത് പോലീസിനാണ് ഈ പരാതി കൈമാറിയത്. കാരണം നമുക്കറിയാം, ഇത് കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത് എന്നതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പരാതി കൈമാറിയത്. പക്ഷെ ഇത് അന്വേഷിക്കുക പ്രത്യേക അന്വേഷണ സംഘം തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ തന്നെ ശ്രീലേഖയെ വിളിച്ച് പരാതി ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ഇനി കൂടുതൽ മൊഴിയെടുക്കും, രഞ്ജിത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതിനിടയിൽ തന്നെ ഫെഫ്ക രഞ്ജിത്തിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് എന്താണ് രഞ്ജിത്തിന്റെ വിശദീകരണം എന്നുള്ളതിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, രഞ്ജിത്തിനെ തൽക്കാലം ഫെഫ്കയിൽ നിന്നും പുറത്താക്കണ്ട എന്നൊരു തീരുമാനം കൂടി ഫെഫ്ക ഭാരവാഹികൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു അന്വേഷണം ഒരു ആരോപണം എന്ന നിലയിൽ മാത്രം നിൽക്കുമ്പോൾ ഇതിൽ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രം രഞ്ജിത്തിനെ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഫെഫ്കയിൽ നിന്നും പുറത്താക്കാം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഫെഫ്ക എത്തി നിൽക്കുന്നത്. മറ്റൊരു പരാതി ഇന്നലെ കഴിഞ്ഞ ദിവസം സിദ്ദിഖിനെതിരെ ഉന്നയിച്ചൊരു പരാതിയായിരുന്നു. അതിലും യുവതി പരാതിയുമായി തന്നെ മുന്നോട്ട് പോകാമെന്ന അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവരും കൂടുതൽ മൊഴിയും തെളിവുകളൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും അവരുടെ തുടർ നടപടികൾ ഏതു വിധത്തിലാകും എന്നതിൽ നമുക്ക് കൃത്യമായുള്ളൊരു വ്യക്തത വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അമ്മ സംഘടനയെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി ആരായിരിക്കണം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരിക എന്ന ചോദ്യത്തിന് അംഗങ്ങളിൽ നിന്നും ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം തങ്ങളുടെ പേരുണ്ടോ എന്നുള്ളൊരു സംശയം പല താരങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രതിച്ഛായയിൽ കളങ്കം വരികയാണെങ്കിൽ വീണ്ടും അങ്ങനെ ഒരു വ്യക്തി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് ഉചിതമല്ല എന്നൊരു തീരുമാനം ഈ സംഘടനയിലുള്ള അംഗങ്ങൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ തന്നെ വരികയാണെങ്കിൽ WCCനെ അടക്കം ഒന്നിച്ചു കൊണ്ടുപോകാം, WCCനെ അമ്മയോടൊപ്പം ചേർത്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു രീതിയിൽ എന്നുള്ളൊരു തീരുമാനം കൂടി സംഘടനയ്ക്കുള്ളിൽ നിന്നും വരുന്നുണ്ട്. ഭവ്യ.
തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നവമി ദയവായി തുടരുക. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരി, ഏറ്റവും പ്രധാനമായി നടൻ മുകേഷിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ, ഒന്നിലേറെ പേർ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് തീർച്ചയായും CPM-നെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴിതാ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അമ്മയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അമ്മയ്ക്കെതിരെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അമ്മയോട് മോശമായി പെരുമാറി എന്ന തരത്തിലുള്ള ഒരു പുതിയ ആരോപണം അത് വന്നിരിക്കുന്നത് അല്ലേ? ഭവ്യ, തീർച്ചയായും മുകേഷിനെതിരെ മറ്റൊരു ആരോപണവും കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യയാണ് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തന്റെ സുഹൃത്തായ ഒരു നടിയുടെ അമ്മയോട് മുകേഷ് മോശമായി പെരുമാറി എന്നതാണ് സന്ധ്യയുടെ വാദം. സന്ധ്യ അത് തന്നെയാണ് മുകേഷിനെതിരെ ആരോപിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ടത്, സിനിമാ കോൺക്ലേവുമായി ബന്ധപ്പെട്ട നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് സ്വയമേ ഒഴിഞ്ഞേക്കാമെന്നുള്ള സൂചന മാത്രമാണ്, ഉറപ്പായിട്ടില്ല. സൂചനയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നുമുണ്ട്. ഓരോ ദിവസവും മുകേഷിനെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വേളയിൽ പോലും പാർട്ടി മുകേഷിനെ സംരക്ഷിക്കുകയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് CPIM-ന്റെ വാദം. അതോടൊപ്പം തന്നെ ഇതൊരു ആരോപണമാണ്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ, പക്ഷേ MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല, പാർട്ടി മുകേഷിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നും പറയാതിരിക്കാൻ സാധിക്കില്ല. ഈ ആരോപണങ്ങൾ തുടർച്ചയായി മുകേഷിനെതിരെ വരുന്ന സാഹചര്യത്തിൽ പോലും പാർട്ടി മുകേഷിനെ സംരക്ഷിക്കുക തന്നെയാണ്. അതിനകത്ത് യാതൊരുവിധ മാറ്റങ്ങളും ഇതുവരെ സംഭവിച്ചിട്ടുമില്ല. മുകേഷിനെതിരെ ആരോപണങ്ങൾ തുടരെ വരുന്നു. ഇന്ന് രാവിലെയും ഒരു ആരോപണം, ശക്തമായ ഒരു ആരോപണമാണ് ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സന്ധ്യ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രൊഡക്ഷൻ കൺട്രോളറായ വിച്ചുവിനെതിരെയാണ്. ഇതേ വിച്ചുവിനെതിരെയാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റായ മിനു മുനീർ ആരോപണം ഉന്നയിച്ചിരുന്നത്. അതേ വിച്ചുവിനെതിരെ തന്നെ സന്ധ്യ ആരോപണം ഉന്നയിക്കുന്നു. സന്ധ്യ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണമാണ് നടൻ മുകേഷിനെതിരെ. അത് തന്റെ സുഹൃത്തായ നടിയുടെ അമ്മയോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ് ജോസഫിനോട് 2018 തന്നെ ടെസ് ജോസഫ് ഈ പരാതിയുമായി മുന്നിട്ട് വന്നിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം മിനു മുനീർ മുകേഷിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഇന്ന് സന്ധ്യ എന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ മുകേഷിനെതിരെ തുടരെ ആരോപണങ്ങൾ വരുമ്പോൾ പോലും പാർട്ടി മുകേഷിനെ സംരക്ഷിക്കുകയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെയാണ് നയരൂപീകരണ സമിതിയിൽ മുകേഷ് അംഗമായി ഇപ്പോഴും തുടരുകയാണ്. മുകേഷ് ഇപ്പോഴും അത് ഒഴിഞ്ഞേക്കുമെന്നുള്ള സൂചനകൾ നൽകുമെന്നല്ലാതെ ഇപ്പോഴും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലിപ്പോഴും മുകേഷ് ഉണ്ട്, ഒഴിഞ്ഞേക്കാമെന്ന സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. AMM എന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഇന്ന് ചേരേണ്ടിയിരുന്ന അവരുടെ യോഗം പോലും അവർ മാറ്റിവെച്ചത് മോഹൻലാൽ എന്ന നടന് നേരിട്ട് പങ്കെടുക്കാനുള്ള അസൗകര്യമുണ്ടെന്നത് സംബന്ധിച്ചാണ്. പക്ഷേ അതിന് പിന്നിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ AMM എന്ന സംഘടനയിലെ അംഗങ്ങൾ, പ്രധാനമായും ഒരുപാട് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിനകത്തൊരു പൊളിച്ചു നീക്കം വേണമെന്നാണ്. ബൈലോ പ്രകാരം എക്സിക്യൂട്ടീവ് തന്നെ പിരിച്ചുവിടണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഓരോ സ്ഥാനങ്ങളിലേക്കും പുതിയ അംഗങ്ങൾ മത്സര രംഗത്തേക്ക് വരണം. അതായത് ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിന്റെ സ്ഥാനത്തേക്ക് മാത്രമല്ല, ഓരോ സ്ഥാനത്തേക്കും പുതിയ അംഗങ്ങൾ മത്സരിക്കട്ടെ, ഒരു വോട്ടെടുപ്പ് നടക്കട്ടെ എന്ന് തന്നെയാണ് സംഘടനയ്ക്കുള്ളിൽ നിന്നും അംഗങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാം, ജനറൽ സെക്രട്ടറി ആയിരുന്നു സിദ്ദിഖ് രാജിവെച്ചപ്പോൾ ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജ് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ബാബുരാജിനെതിരെയും ആരോപണം വന്നിരുന്നു. അങ്ങനെ തലപ്പത്തിരിക്കുന്നവർ, വൈസ് പ്രസിഡന്റായ ജയൻ ചേർത്തലയ്ക്കെതിരെ ആരോപണം വന്നിരുന്നു. അങ്ങനെ തലപ്പത്തിരിക്കുന്നവരുടെ ഒക്കെ തന്നെ പേരുകൾ ആരോപണങ്ങളായി ഉയരുന്ന ഘട്ടത്തിൽ ഒരാളെയും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് AMM എന്ന സംഘടനയിലെ അംഗങ്ങൾ മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു പൊളിച്ചു നീക്കൽ, ഒരു ബൈലോ പ്രകാരം, അവരുടെ തന്നെ ബൈലോ പ്രകാരം പിരിച്ചുവിടുക, എക്സിക്യൂട്ടീവിനെ തന്നെ മൊത്തമായി പിരിച്ചുവിട്ടുകൊണ്ട് പുതുതായി ഓരോ സ്ഥാനത്തേക്കും മത്സരം വരട്ടെ, വോട്ടെടുപ്പ് നടക്കട്ടെ എന്നുള്ളൊരു വലിയ ആവശ്യം തന്നെയാണ് സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ തലപ്പത്തിരിക്കുന്നവരൊക്കെ തന്നെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട്. പ്രത്യേകമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന പേരുകൾ, മിനു മുനീർ തന്നെ വെളിപ്പെടുത്തിയ പേരുകളായ ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, മുകേഷ് തുടങ്ങി ജയസൂര്യ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തിയതിനു ശേഷം AMM എന്ന സംഘടന തന്നെ വല്ലാത്തൊരു ആശങ്ക ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇതിൽ ആരെ വിശ്വസിക്കണമെന്നറിയില്ല. നടൻ ബാബുരാജിനെതിരെ വരുന്നു, സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ പരാതികൾ വരുന്നു. അങ്ങനെ പരാതികളുടെ ഘോഷയാത്രയാണ് നടക്കുന്നത്. ഓരോ ദിവസവും ഇങ്ങനെ പരാതികളുമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം എന്ന നിലയിൽ കൊണ്ട് തന്നെയാണ് പിരിച്ചുവിടാൻ, എക്സിക്യൂട്ടീവിനെ തന്നെ പിരിച്ചുവിടണം എന്ന് AMM എന്ന സംഘടന ഇല്ല അംഗങ്ങൾ ചിലർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരാനിരുന്ന ഈ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചതും ഈ ഒരു ആവശ്യവും കൂടി അതിനുള്ളിൽ തന്നെ വന്നതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ബാബുരാജ് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു. ആ മീറ്റിംഗിന് തൊട്ട് പിന്നാലെ അടുത്ത ദിവസമായിരുന്നു ബാബുരാജിനെതിരെ ഒരു ശക്തമായ ആരോപണം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നടത്തിയതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൊളിച്ചു നീക്കൽ തന്നെയാണ് സംഘടനയിലെ അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പറയേണ്ടത്, മുകേഷ് എന്ന നടനെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തുടരെ വരുന്ന സാഹചര്യത്തിൽ പോലും തീർച്ചയായും അത് തന്നെയാണ്. ഇവിടെ നോക്കൂ, കഴിഞ്ഞ ദിവസം ടെസ് ജോസഫ്
മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ മുകേഷിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഇത് രാഷ്ട്രീയ ആയുധമാണ്, രാഷ്ട്രീയമായി തനിക്കെതിരെയുള്ള പോരാട്ടമാണ് തരത്തിലാണോ CPM-നെ ചാരിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്? അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇവിടെ മിനു മുനീർ ആരോപണം ഉന്നയിച്ച സമയത്ത് ഒരക്ഷരം ഇതുവരെ ഈ നിമിഷം വരെ മുകേഷ് പറഞ്ഞിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ അദ്ദേഹം രാഷ്ട്രീയമായ ആരോപണം അല്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള ശ്രമമാണ്, എതിർക്കാനുള്ള ശ്രമമാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ഇപ്പോൾ മൗനത്തിലാണ് മുകേഷ് എന്ന് വേണം ഈ നിമിഷം വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ ഹരി? ഭവ്യ, മൗനത്തിൽ തന്നെയാണ് മുകേഷ്. ടെസ് ജോസഫിനെതിരായ പരാതി 2018 മുകേഷും പറഞ്ഞിരുന്നത് എനിക്ക് ആ സ്ത്രീയെ ഓർമ്മയില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് വീണ്ടും കഴിഞ്ഞ ദിവസം ആവർത്തിച്ചത്. എന്നാൽ അതിന് പിന്നാലെയാണ് മിനു മുനീർ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാന മാധ്യമങ്ങളെ കണ്ടിരുന്നപ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, മുകേഷ് ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ശബ്ദിക്കേണ്ട സമയം ഉയർന്നിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം മിനു മുനീർ പറഞ്ഞത്. അതിനുശേഷമാണ് മിനു മുനീർ തന്നെ ബാക്കിയുള്ളവരുടെയും മുകേഷും ഉൾപ്പെടെയുള്ള താരങ്ങളുടെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. കാരണം അങ്ങനെയാണ് മുകേഷ് രാഷ്ട്രീയമായി തന്നെയാണ് ഇത് മാറാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ രംഗത്തിറങ്ങുകയാണെന്നാണ് മിനു മുനീർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നപ്പോൾ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് രാഷ്ട്രീയ ലക്ഷ്യമല്ല, ഞങ്ങൾ അനുഭവിച്ചതാണ്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഇവർക്കെതിരെ ശക്തമായ രീതിയിൽ രംഗത്ത് വരുന്നതെന്ന് മിനു മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മിനു മുനീറിന്റെ ആരോപണത്തിന് ശേഷം ഇപ്പോൾ ഏകദേശം 24 മണിക്കൂർ പിന്നിടാൻ പോകുന്നു. ഇതുവരെ മുകേഷ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇന്ന് പുലർച്ചെയാണ് ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ മുകേഷിനെതിരെ മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തന്റെ സുഹൃത്തായ നടിയുടെ അമ്മയോട് മോശമായി പെരുമാറി എന്നുള്ളൊരു മറ്റൊരു ഗുരുതരമായ ആരോപണം മുകേഷിനെതിരെ വരുന്നു. പക്ഷേ മുകേഷ് ശബ്ദിക്കുന്നില്ല. മുകേഷിനോടൊപ്പം പാർട്ടിയും ഉണ്ടെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നാണ് പാർട്ടിയുടെ നിലപാട്. നയരൂപീകരണം സിനിമ കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് ഇതുവരെ മാറി നിന്നിട്ടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് മുകേഷ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് കോൺക്ലേവിനെ WCC ഉൾപ്പെടെയുള്ളവർ ഏറ്റവും പ്രധാനമായും എതിർക്കുന്നത്. കാരണം വേട്ടക്കാരും ഇരകൾക്കും ഒപ്പം എന്ത് കോൺക്ലേവ് എന്നൊരു ചോദ്യം WCC ഉന്നയിച്ചിരുന്നു. ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം മുകേഷിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ പോലും മുകേഷ് ഇതുപോലൊരു സമിതിയിൽ ഉണ്ട് എന്നുള്ളത് പറയുമ്പോൾ WCCയുടെ ആ വാദം നമുക്ക് ചുമ്മാ അങ്ങ് തള്ളിക്കളയാനും സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇതുപോലെ വേട്ടക്കാർക്കൊപ്പം തന്നെ ഈ ഒരു കോൺക്ലേവ് നടത്തുന്നതിൽ എന്ത് പ്രസക്തി എന്നുള്ളൊരു ചോദ്യം, ന്യായമായ ചോദ്യം WCC ഉന്നയിക്കുന്ന ഒരു കാര്യവും കൂടി അത് തന്നെയാണ്. എന്നാൽ കോൺക്ലേവുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും ഭാവിയിലുള്ള ഒരു സിനിമ നയത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ഈ കോൺക്ലേവ് അത്യാവശ്യമാണെന്ന് സർക്കാർ പറയുമ്പോൾ പോലും മുകേഷിനെ പോലുള്ളവർ ഇപ്പോഴും ആ കോൺക്ലേവിൽ സമിതിയിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുക എന്നുള്ള പ്രേക്ഷകരുടെയും ജനങ്ങളുടെയും ചോദ്യം വീണ്ടും ആക്കം കൂട്ടുന്നതാണ്. മുകേഷ് ഇപ്പോഴും ആ സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല. വീണ്ടും ആവർത്തിക്കുന്നു, മുകേഷ് ഒഴിഞ്ഞേക്കുമെന്നുള്ള സൂചനകൾ മാത്രമാണുള്ളത്. പക്ഷേ മുകേഷിനെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. മുകേഷിനെതിരെ വീണ്ടും ആരോപണങ്ങൾ. കഴിഞ്ഞ തുടർച്ചയായ 3 ദിവസങ്ങളിൽ 3 ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷിനെതിരെ വന്നു. ടെസ് ജോസഫ് നൽകിയ പരാതിയിൽ അല്ലെങ്കിൽ ആ ഉന്നയിച്ച ആരോപണത്തിനെതിരെ മാത്രമാണ് മുകേഷ് രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം മിനു മുനീറിന്റെ ആരോപണത്തിനെതിരെയും ഇതുവരെയും ഇത്രയും സമയമായിട്ട് പോലും മുകേഷ് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് ഭവ്യ. തീർച്ചയായും നവമി ദിനേശ് കൂടി തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഈ പ്രതിപക്ഷം വിഷയത്തിൽ പോർമുഖം തുറന്നതോടുകൂടി സിനിമയ്ക്കപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ ഉലയ്ക്കുന്ന ഒരു വിവാദമായ വിഷയം മാറിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി മുകേഷിന്റെ രാജി അടക്കം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. എന്തായാലും ഇവിടെയൊന്നും അവസാനിക്കില്ല ഈ വെളിപ്പെടുത്തലുകൾ എന്ന് തന്നെയാണ് ഓരോ നിമിഷവും ലഭിക്കുന്ന റിപ്പോർട്ടുകളല്ലേ. കാരണം ഇത് സിനിമാ മേഖലയിൽ അടിമുടി ഒരു മാറ്റമുണ്ടാക്കിയ ശേഷം മാത്രമേ ഈ ഒരു വെളിപ്പെടുത്തൽ താരരാജാക്കന്മാരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് വരെ ഈ വെളിപ്പെടുത്തലുകൾ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് അല്ലേ നിലവിലെ സാഹചര്യത്തിൽ നവമി? ഭവ്യ, സിനിമാ മേഖലയിൽ അടിമുടി ഒരു മാറ്റം വരണമെങ്കിൽ അത് സർക്കാരും കൂടി ഇതിൽ മുൻകൈ എടുക്കണം. ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുക, അല്ലെങ്കിൽ പരാതിക്കാർ വരുമ്പോൾ അവർ പരാതിപ്പെട്ട് അങ്ങനെയാണെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ കേസുമായി മുന്നോട്ട് പോകാമെന്ന സർക്കാരിന്റെ ഒരു സമീപനം അത് മാറ്റാതെ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അനീതിക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കൂടിയും ആരോപണ വിധേയരുടെ പേരുകൾ ഇപ്പോഴും സംരക്ഷിക്കുന്ന സർക്കാരിന്റെ നിലപാടാണ് ഏറ്റവും സംശയമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചു, അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അന്വേഷണ കമ്മീഷനെ സമീപിക്കാം. അങ്ങനെയെങ്കിൽ കൂടുതൽ നമുക്കറിയാം ഇത് ഇനി ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പരാതിക്കൊക്കെ അപ്പുറത്തേക്ക്
കോടതിയിൽ ഇതെത്തുമ്പോൾ എത്രമാത്രം തെളിവുകൾ ഹാജരാക്കാൻ കഴിയുമെന്നതിൽ ഇപ്പോഴും നമുക്ക് സംശയമുണ്ട്. കാരണം ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. ബംഗാളി നടി ഉൾപ്പെടെ പറയുന്നുണ്ട് തന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല, പക്ഷെ ഇത് നടന്ന സംഭവമാണെന്ന്. പക്ഷേ ഇത് കോടതിയിൽ എത്തുമ്പോൾ കോടതിയെ സംബന്ധിച്ച് തെളിവുകളാണ് ആവശ്യം. അത് എത്രമാത്രം ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണുന്നത്. എന്തായാലും കൂടുതൽ ആരോപണങ്ങളുമായി അല്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി കൂടുതൽ നടിമാർ രംഗത്തെത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ എത്തട്ടെ. അവർ ഇത്രയും നാളും അവർ അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ സിനിമയിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ട ഒരവസ്ഥയിൽ നിന്നും അവരുടെ ശബ്ദം ഉയർന്നു കേൾക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആർട്ടിസ്റ്റുകൾ രംഗത്തെത്തിയാൽ അത് സിനിമാ മേഖലയെയും ഒപ്പം സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ തവണ ഈ വിഷയം ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ അന്ന് പ്രധാനമായും സർക്കാരിനോട് ചോദിച്ച ഒരു ചോദ്യം ഈ ഒരു റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എന്ത് തുടർ നടപടിയാണ് സ്വീകരിച്ചതെന്നാണ്. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ട് ഇനി കോടതിയിലേക്ക് സർക്കാർ പറയുന്ന ഒരു വാദം, ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം പരാതികളുമായി കൂടുതൽ സ്ത്രീകൾ രംഗത്ത് വന്നു, അവരുടെ പരാതി പരിശോധിക്കാൻ വേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു എന്നൊരു മറുപടി ആയിരിക്കും ഉറപ്പായും സർക്കാർ കോടതിയിൽ സമർപ്പിക്കുന്നത്. അത് ഈ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു എന്ന കാര്യം തന്നെ ആയിരിക്കും കോടതിയിൽ സർക്കാർ അറിയിക്കുക. എന്നതിലപ്പുറത്തേക്ക് ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നുള്ളതിൽ സർക്കാരിന്റെ മൗനം തുടരുകയാണ്. ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. പുതിയ അന്വേഷണ കമ്മീഷനാകട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നുള്ളത് ഇവിടെ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം പ്രതിപക്ഷവും ശക്തമായി തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ചുമത്തിയ നമ്മൾ ആ വാർത്ത വിശദമായി ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഒപ്പം അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം എന്ന് ചേരുമെന്ന് പറഞ്ഞു. അവരുടെ ഒരു ആക്ഷൻ അത് ഏതു തരത്തിലായിരിക്കുമെന്ന് എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ഈ അവസരത്തിൽ നവമി? ഭവ്യ, അത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഈ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നത്. ആ യോഗത്തിന് ശേഷം ഇന്ന് ലഭിച്ച പരാതികളെ കുറിച്ച് അവർ ഒരു ചർച്ച നടത്തും. അതിനുശേഷം ഈ പരാതിക്കാരെ വിളിച്ച് അവർക്ക് മൊഴി നൽകാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ അവരുടെ തീരുമാനം എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഇന്നലെ വൈകിട്ട് തന്നെ ബംഗാളി നടിയുമായി ബന്ധപ്പെട്ടിരുന്നു. അവർക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് കമ്മീഷണർക്ക് മെയിൽ അയക്കുകയും പിന്നീട് അത് അന്വേഷണ സംഘത്തിലേക്ക് കൈമാറുകയും ചെയ്തത്. അത് പൂങ്കുഴലിക്കാണ് അതിന്റെ അന്വേഷണ ചുമതല. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ബംഗാളി നടിയുടെ വിശദമായ മൊഴിയെടുക്കും. അതോടൊപ്പം തന്നെ സംവിധായകൻ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി രഞ്ജിത്ത് കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോസസ്സ് കൂടിയാണ്. തനിക്കെതിരെ കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മുൻകൂർ ജാമ്യത്തിന് ഈ ആരോപണ വിധേയൻ ശ്രമിക്കുമെന്നത് ഒരു കോടതി നടപടിയാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം. ഇന്നും നാളെയും കോടതി അവധി ആയതിനാൽ ഇനി അടുത്ത ദിവസം ഈ ഒരു മുൻകൂർ ജാമ്യ അപേക്ഷയും പരിഗണിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി നവമി വിവരങ്ങൾക്ക്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ തുടരുന്നുണ്ട്. ഹരി, നമ്മൾക്ക് തുടക്കം മുതൽ നമ്മൾ കണ്ടതാണ് ഏറ്റവും പ്രധാനമായി ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആരോപണം വന്ന സാഹചര്യത്തിൽ മന്ത്രി സജി ചെറിയാനും പാർട്ടിയും ഏതു തരത്തിലാണ് രഞ്ജിത്തിന് രക്ഷാകവചം ഒരുക്കിയത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പുകഴ്ത്തലുകളടക്കം നമ്മൾ കേട്ടതാണ്. ഇത്രമാത്രം ആരോപണത്തിന്റെ മുനയിൽ രഞ്ജിത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും മന്ത്രി സജി ചെറിയാൻ ഏതു തരത്തിലാണ് രഞ്ജിത്തിനെ ചേർത്ത് പിടിച്ചത് നമ്മൾ കണ്ടതാണ്. അതേപോലെ ആ സാഹചര്യം ഇവിടെ മുകേഷിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നാണോ മനസ്സിലാക്കേണ്ടത്. കാരണം വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷം മറുഭാഗത്തുണ്ട്, വലിയ പ്രതിഷേധം തീർക്കുന്നുണ്ട് പ്രതിപക്ഷം. ഇന്നടക്കം പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ലൈംഗിക ആരോപണ കേസിൽ മുകേഷിനെ തള്ളുന്നില്ല CPM എന്നാണ് മനസ്സിലാക്കുന്നത്. തൽക്കാലം രാജി ആവശ്യപ്പെടുന്നില്ല. പ്രതിപക്ഷം വലിയ രാജിക്കായി മുറവിള കൂട്ടുന്ന സമയത്ത് പോലും രാജി ആവശ്യപ്പെടുന്നില്ല എന്നുള്ള നിലപാടിലോട്ട് പാർട്ടി എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ സംരക്ഷിക്കുന്ന നിലപാടാണോ പാർട്ടി സ്വീകരിക്കുന്നത്, CPM-ഉം മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്നത്? എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് മുകേഷിന്റെ കാര്യത്തിൽ?
ഭവ്യ, മുകേഷിനെ പാർട്ടി സംരക്ഷിക്കുകയാണ്, അതിൽ തർക്കമൊന്നുമില്ല. കാരണം അവർ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം സമാന ആരോപണങ്ങളിൽ UDF MLA-മാർ രാജിവെച്ചിട്ടില്ല എന്നത് സംബന്ധിച്ചാണ്. ഇതൊരു ആരോപണം മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആരോപണത്തിന്റെ പേരിൽ MLA സ്ഥാനം മുകേഷ് രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് CPIM പറയുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ മുകേഷിനെ പാർട്ടി സംരക്ഷിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. രഞ്ജിത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പോലും അന്നത്തെ സമയത്ത് സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാൻ പോലും കൃത്യമായ നിലപാടുകൾ പറഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ മാധ്യമങ്ങൾ പഴിചാരുകയാണ് ചെയ്തിരുന്നത് എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു ഘട്ടവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ സംരക്ഷിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ അപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ രഞ്ജിത്ത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി സമീപിച്ചിരിക്കുകയാണ്. IPC 354 വകുപ്പ് ചേർത്തായിരിക്കും രഞ്ജിത്തിനെതിരെ കേസ് ഫയൽ ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നു. രഞ്ജിത്ത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ മുകേഷിനെതിരെ നടക്കുന്നത്. പക്ഷേ മുകേഷ് കൂടുതൽ കുരുക്കിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതുപോലുള്ള ആരോപണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് മുകേഷിനെതിരെ. അതുകൊണ്ട് തന്നെ പാർട്ടി എത്രമാത്രം മുകേഷിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവോ അതുപോലെ തന്നെ ആരോപണങ്ങൾ മറുപുറത്ത് നിന്ന് കൂടുന്നുണ്ട് എന്നുള്ളതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. കാരണം ഇത് ഒരു ആരോപണമല്ല. അത് തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു മുകേഷ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോഴും പാർട്ടി പ്രതിരോധം തീർക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ സാഹചര്യത്തിൽ പോലും ഈ തുടരെയുള്ള പരാതികൾ നേതൃത്വത്തിന് ചില ആശങ്ക ഉണ്ടാവാതിരിക്കാൻ സാധ്യതയുമില്ല, അല്ലേ? ഇല്ല, തീർച്ചയായും. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പരാതികൾ ഇങ്ങനെ കൂടുന്ന ഒരു സാഹചര്യത്തിൽ മുകേഷിന്റെ പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളതും കൂടി നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ആദ്യത്തെ ഒരു ആരോപണത്തിന്റെ പേരിൽ മാത്രമാണ് മുകേഷ് സംസാരിച്ചിട്ടുള്ളത്. അതും രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ് മുകേഷ് പറഞ്ഞു ഒഴിഞ്ഞത്. എന്നാൽ അതിനുശേഷം വന്ന ആരോപണങ്ങളിലൊന്നും തന്നെ മുകേഷ് സംസാരിച്ചിട്ടുമില്ല. പാർട്ടി അതനുസരിച്ചൊരു കവചം മുകേഷിന് തീർക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഈ ഒരു കവചം എത്ര നാളത്തേക്ക് എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം ആരോപണത്തിന്റെ പേരിൽ MLA സ്ഥാനം മുകേഷ് രാജിവെക്കേണ്ട എന്ന് പറയുമ്പോൾ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ കോൺക്ലേവിന്റെ സമിതി രൂപീകരണത്തിൽ മുകേഷ് അംഗമാകുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കാൻ എങ്ങനെയാണ് മറുപുറത്ത് സ്ത്രീകൾക്ക് സാധിക്കുക എന്നുള്ളതൊരു ന്യായമായ സംശയവും ചോദ്യവും കൂടിയല്ലേ? ഇത്രയും അധികം ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഒരു നടനോടൊപ്പം ഇരുന്ന് കോൺക്ലേവിൽ ചർച്ച ചെയ്യുന്നതിൽ എന്ത് പ്രസക്തി, എന്താണ് അതിന് പിന്നിൽ, എന്താണ് അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു സമന്വയം എന്നുള്ളത് സംബന്ധിച്ചൊരു ചോദ്യം നിലനിൽക്കുകയല്ലേ? ഇപ്പോഴും ആ സ്ഥാനത്ത് നിന്ന് പോലും മുകേഷ് ഒഴിഞ്ഞിട്ടില്ല. നയരൂപീകരണ സമിതിയിൽ നിന്ന് പോലും മുകേഷ് ഒഴിഞ്ഞിട്ടില്ലാത്ത ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നതെന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം ആ ഒരു കോൺക്ലേവിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺക്ലേവായിട്ട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. 4.5 വർഷത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിലുണ്ടായിട്ടും എന്താണ് അതിനെ സംബന്ധിച്ചൊരു വിശദീകരണം എന്ന് സർക്കാർ നൽകുന്ന ഒരു കോൺക്ലേവ് കൂടിയാണ്. എങ്ങനെയായിരിക്കണം സിനിമ മുന്നോട്ട് പോകേണ്ടത്, സിനിമാ സെറ്റുകളിൽ എങ്ങനെ മുന്നോട്ട് പോകണം, എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണം, സ്ത്രീകളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അത് സംബന്ധിച്ച് എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവണം എന്ന് സംബന്ധിച്ചൊരു നവംബർ അവസാന ഘട്ടത്തിൽ ഒരു 3 ദിവസത്തെ കോൺക്ലേവിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ, സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ മുകേഷ് ഇപ്പോഴും അതിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ആ ഒരു ഘട്ടത്തിൽ പോലും എങ്ങനെയാണ് ഈ കോൺക്ലേവിനൊപ്പം സ്ത്രീകൾക്ക് കോൺക്ലേവിൽ പങ്കെടുക്കാനും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും സാധിക്കുക എന്നുള്ളൊരു ന്യായമായ ചോദ്യങ്ങളും സംശയങ്ങളും നിൽക്കുമ്പോഴാണ് പാർട്ടി പോലും ഇപ്പോൾ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഈ കോൺക്ലേവ് കൊണ്ട് എന്ത് പ്രസക്തി എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നതും. ഹരികൃഷ്ണൻ, ഒരൊറ്റ കാര്യം കൂടി, പ്രധാനമായും അമ്മ സംഘടനയിൽ 2 ഭിന്ന സ്വരങ്ങളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നു. ഒരു പക്ഷത്തിന് കൈയടിക്കുന്നു, ഒരു പക്ഷത്തിനെ എതിർക്കുന്നു അമ്മ സംഘടന ആളുകൾ തന്നെ. ഇത്തരത്തിൽ വലിയ വിപ്ലവം ഈ വെള്ളിത്തിരയിൽ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും പ്രതികരിക്കാതിരിക്കുന്നുണ്ട് ചില താരരാജാക്കന്മാർ. ഏറ്റവും പ്രധാനം എടുത്തു പറയണം, അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ പോലും ഒരക്ഷരം ഇതുവരെ സംസാരിച്ചിട്ടില്ല. എവിടെയാണ് ഈ താരരാജാക്കന്മാർ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ആളുകൾ ഉന്നയിക്കില്ലേ? തീർച്ചയായും AMM എന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഈ ഒരു പരാതി വന്നൊരു ഘട്ടത്തിൽ നമുക്കറിയാം, തിങ്കളാഴ്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ശേഷം വെള്ളിയാഴ്ചയാണ് ഈ ഒരു വാർത്താ സമ്മേളനം തന്നെ ഈ AMM എന്ന സംഘടന മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെ 4 ദിവസത്തിന് ശേഷമാണ്. അതിനുശേഷം സിദ്ദിഖ് ആ സമയത്ത് പറയുന്നു, സിദ്ദിഖ് ആകെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ 2 മാസമേ ആവുന്നുള്ളൂ, അതിനിടയിൽ തന്നെ രാജിയും വെക്കുന്നു. ഇതിനുശേഷം വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം, വിരലിൽ എണ്ണാവുന്ന പ്രതികരണങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് കൃത്യമായ ഒരു നിലപാട് പൃഥ്വിരാജ് കൊണ്ടുവന്നിരുന്നു. അതിന് മുന്നത്തെ ദിവസം ടൊവിനോ സംസാരിച്ചിരുന്നു എന്നല്ലാതെ തലപ്പത്തിരിക്കുന്നവർ, അതായത് ഈ കമ്മിറ്റിയുടെ തലപ്പത്തിൽ നിൽക്കുന്നവർ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു സംസാരം നടത്തിയിട്ടില്ല, അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള വിശദീകരണത്തിനും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് AMM എന്ന സംഘടനയുടെ അകത്ത് നിന്നുകൊണ്ട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി തന്നെ പൊളിച്ചു നീക്കണം, ഇതിനൊരു പുതിയ രീതിയിൽ ഒരു ബൈലോ പ്രകാരം ഒരു പൊളിച്ചു നീക്കം സംഭവിക്കണം, പുതിയ രീതിയിലേക്ക് പുതിയ ആളുകൾ ഓരോ
ഓരോ ഘട്ടത്തിലേക്ക് ഓരോ തസ്തികയിലേക്ക് വോട്ടിംഗ് നടക്കട്ടെ എന്ന് പറഞ്ഞൊരു ആരോപണം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇവർക്കെതിരെയൊക്കെ തന്നെ ഇപ്പോൾ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞൊരു ഘട്ടത്തിൽ ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല എങ്കിൽ പോലും പക്ഷേ തീരുമാനിക്കപ്പെടുന്ന പോലെ മിനു മുനീറൊക്കെ പറഞ്ഞതുപോലെ AMM എന്ന സംഘടനയിൽ അംഗത്വം വേണമെങ്കിൽ ഞാൻ അറിയാതെ നടക്കില്ല എന്ന് പറയുന്നത് തന്നെ പവറാണ്. ആ അധികാരത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറണമെന്ന് തന്നെ ആ സംഘടനയിലെ പ്രധാനപ്പെട്ട അതിനുള്ളിൽ തന്നെ ഒരു സംസാരവും ചർച്ചകളും നടക്കുന്ന ഒരു വേളയിൽ തന്നെയാണ്. അതുകൊണ്ട് കൂടിയാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം നടക്കാത്തത് എന്ന് തന്നെ പറയേണ്ടി വരും. മോഹൻലാൽ എന്ന നടന്റെ അസൗകര്യം മൂലമാണെന്ന് പറഞ്ഞാൽ പോലും അത് വിശ്വസിക്കാൻ മലയാളി ജനങ്ങൾ തയ്യാറാകുന്നില്ല. ഇതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് പിന്നാമ്പുറത്ത് സംഭവിക്കുന്നുമുണ്ട്. നടന്മാരും തന്നെ പ്രത്യേകിച്ച് ഈ തലപ്പത്തിരിക്കുന്നവർ 17 അംഗ കമ്മിറ്റിയിൽ 4 പേർ മാത്രമാണ് സ്ത്രീകൾ. ബാക്കിയുള്ള അവരാരും തന്നെ എടുത്തു സൂചിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികൾ പറയുന്നില്ല. ഓരോ ആരോപണങ്ങൾ വന്നതിന് ശേഷവും ഈ സംഘടനയിലുള്ള പ്രധാനപ്പെട്ട ആളുകളെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകേണ്ടതാണ്. അതും നടക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആരോപണങ്ങൾ തുടരുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു മൗനം തന്നെ ഈ മൗനം തന്നെ തുടരുന്നത് തന്നെ എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ള ഒരു ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ആരോപണങ്ങൾ പല നടന്മാരിലേക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ളത് തന്നെ അറിയേണ്ടി വരും. കഴിഞ്ഞ ദിവസം കേട്ട പേരുകളൊക്കെ തന്നെ മലയാളി ലോകം ഞെട്ടിയതാണ്. അത് തന്നെ ഇന്ന് വീണ്ടും മുകേഷിനെതിരെ വീണ്ടും ആരോപണവുമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ പോലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും പുറത്തു വരാൻ പോകുന്ന പേരുകളെ ഓർത്ത് പോലും ഓരോരുത്തരുടെയും ഉള്ളിൽ തീയായിരിക്കുമെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മൗനം തുടരുന്നത് എത്ര നാളത്തേക്ക് എന്നുള്ളൊരു ചോദ്യമാണ്. എക്സിക്യൂട്ടീവ് യോഗം നടക്കാൻ പോവുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ മോഹൻലാലിന്റെ അസൗകര്യം മൂലമാണ് എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത്. ഈ യോഗം നടക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചവരുമായിട്ടാണോ ഈ യോഗം നടക്കുന്നത്? പ്രധാനമായും ബാബുരാജ്, ജയൻ ചേർത്തല, മുകേഷ് തുടങ്ങിയവർക്കൊക്കെ അവരൊക്കെ ആയിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു വലിയ ചോദ്യം കൂടിയുണ്ട് ഭവ്യ. തീർച്ചയായും വളരെ വ്യക്തമാണ്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ആണിടങ്ങളെ പൊള്ളിച്ചുകൊണ്ട് മലയാള സിനിമയിൽ തീർത്ത പുതിയ വിപ്ലവം, വെള്ളിത്തിരയിൽ തീർത്ത പുതിയ വിപ്ലവം തീക്കാറ്റാണ് ഇപ്പോൾ ആടി പടരുന്നത്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി യുവനടന്മാർ അടക്കം പ്രതികരണവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ, അമ്മയ്ക്കെതിരെ അടക്കം പ്രതികരിച്ച സാഹചര്യത്തിൽ പ്രിയപ്പെട്ട ലാലേട്ട പ്രതികരിച്ചേ മതിയാകൂ, മൗനം വെടിഞ്ഞേ മതിയാകൂ. കാരണം താങ്കൾ ഉൾപ്പെടുന്ന, താങ്കൾ പ്രസിഡന്റായിരിക്കുന്ന സംഘടനയിലെ തന്നെ ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ വിരലുകൾ ചൂണ്ടുന്നത്, ആരോപണങ്ങളുടെ മുറയുള്ളത്. താങ്കൾ പ്രതികരിച്ചേ മതിയാകൂ. വളരെ വേഗം മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പ്രധാനപ്പെട്ട നടന്മാരോടൊക്കെ ഇത്തരത്തിൽ പ്രതികരണം ആരായുമ്പോൾ അവർ പറയുന്നത് പ്രതികരിക്കാം, നോക്കട്ടെ, ഞങ്ങൾക്ക് തീരുമാനിക്കണം, ഞങ്ങൾക്ക് യോഗം ചേരണം, അങ്ങനെ പല പല ന്യായങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചിലപ്പോൾ അവർക്കുമൊക്കെ ഭയം ഉണ്ടാകും, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തങ്ങളുടെ പേരുണ്ടാകുമോ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് തങ്ങളുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ അവർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ധൈര്യമായി വന്ന് നിലപാട് പ്രഖ്യാപിക്കാൻ അവർ ഭയപ്പെടുന്നത്. ഇന്നലെ പൃഥ്വിരാജിന്റെ ഒക്കെ നിലപാട് വളരെ വ്യക്തമായിരുന്നു, ശക്തമായിട്ടുള്ള ഒരു നിലപാട്, ജഗദീഷിന്റെ ശക്തമായിട്ടുള്ള നിലപാട്. പക്ഷെ അങ്ങനെ ഒരു നിലപാട് പറഞ്ഞ് രംഗത്തെത്താൻ പലരും മടിക്കുന്നതിന് കാരണം അതുകൊണ്ട് തന്നെയാണ്. ഇന്നലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല നടന്മാരുടെയും ഒക്കെ പേര് വന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. അയ്യോ, ഇവരൊക്കെ ഇങ്ങനെ ആരോപണം മാത്രമാണ്, പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുമോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുമോ എന്ന് തന്നെ തോന്നുന്ന രീതിയിലായിരുന്നു ഇന്നലെ പല ആർട്ടിസ്റ്റുകളും മൊഴിയുമായി രംഗത്തെത്തിയപ്പോൾ, ആരോപണവുമായി രംഗത്തെത്തിയപ്പോൾ തോന്നിയത്. കാരണം ഇവരൊക്കെ ഈ പ്രധാന സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെയൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ മാധ്യമങ്ങളിലൂടെയും പൊതുവേദിയിലുമൊക്കെ നിലപാട് പ്രഖ്യാപിക്കുന്നവരാണ്. അപ്പോൾ അവർ തന്നെ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു കാര്യം ഓർക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. മറ്റൊന്ന്, ഇനിയും ആളുകളുടെ പേരുകൾ പുറത്തു വരുമോ എന്ന ഒരു സംശയം കൂടി ഉറപ്പായിട്ടും ഉണ്ടാകും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല പ്രമുഖരുടെയും താരരാജാക്കന്മാരുടെ അടക്കം പേരുണ്ടെന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ട്. എന്തായാലും ആ റിപ്പോർട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു വന്നാൽ മാത്രമേ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദമായി പറയാൻ കഴിയൂ. എന്തായാലും ഓരോ ദിവസവും പേരുകൾ പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും ഓരോ താരങ്ങളുടെ പേരുകൾ പുറത്തു വരുമ്പോൾ അത് വലിയ രീതിയിലാണ് ഞെട്ടലുണ്ടാക്കുന്നത്. രഞ്ജിത്ത്, അതാണ് പ്രധാന കാര്യം. ഈ താരങ്ങളുടെ പേരുകൾ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ നടിമാർ, അതും ഈ പറഞ്ഞ 2008, 2009, 2010 കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ തുറന്നു പറയാൻ അവർ ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നിയമപരമായ അതിൽ ചിലരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി
വാർത്തകളിലേക്ക് വരാം. വയനാട് പുനരധിവാസത്തിന് സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. 2000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. മേപ്പാടിയിലേത് ഉൾപ്പെടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പ്രവർത്തിച്ച സ്കൂളുകളിൽ അധ്യയനം ഇന്ന് തുടങ്ങും. കാലാവസ്ഥ അനുകൂലമായാൽ ആനടിക്കാപ്പ് മേഖലയിൽ ഇന്ന് തിരച്ചിൽ നടത്തും. എസ് വിനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും. വിനേഷ്, ഏറ്റവും പ്രധാനമായി നമ്മൾക്ക് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കാണുമെന്ന് മനസ്സിലാക്കുന്നു. 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ്, സാമ്പത്തിക പാക്കേജാണ് നേരത്തെ തന്നെ കേരളം ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രി കേരളത്തിലെത്തി, വയനാട്ടിലെത്തി സ്ഥിതിഗതികൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കിയാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. പക്ഷേ ഇതുവരെ ഒരു പാക്കേജ് പ്രഖ്യാപനത്തിലേക്ക് കേന്ദ്രം കടന്നിട്ടില്ല. അത് വളരെ ആശങ്കയോടുകൂടിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ കാണുന്നതോടുകൂടി അത്തരത്തിലൊരു സഹായ പ്രഖ്യാപനത്തിലേക്ക് ഉടൻ കേന്ദ്രം കടക്കുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് പ്രധാനമായും കേരളത്തിന്റെ ആവശ്യം? എന്തൊക്കെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുക? വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഒരു കേന്ദ്ര സഹായമില്ലാതെ ഒരു വയനാടിൻ്റെ പുനർനിർമ്മാണം സാധ്യമല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം അത്രത്തോളം കോടികളുടെ നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പുനരധിവാസത്തിന് തന്നെ വലിയ തോതിൽ വലിയ ഒരു ഫണ്ട് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഒരു 3 ടൗൺഷിപ്പുകളെങ്കിലും സ്ഥാപിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഒരു പ്രാഥമിക നിഗമനം. അതിൽ രണ്ടോ മൂന്നോ ടൗൺഷിപ്പുകൾ ആവശ്യമാണ്. കാരണം മുണ്ടക്കയിലും ചൂരൽമലയിലും ഈ 2 സ്ഥലങ്ങളിലുമായി 100 കണക്കിന് ഏകദേശം 200 ചില്ലാനം വീടുകൾ പൂർണ്ണമായും 200 ചില്ലാനം വീടുകൾ ഭാഗികമായും തകർന്നു. പലയിടങ്ങളിലും വാസയോഗ്യമല്ല, അവരെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട്. പല ആളുകളും അവിടെ ഈ ഇപ്പോൾ നിലവിലുള്ള കുടുംബങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് പോയി. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാത്ത കുടുംബങ്ങളും അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഈ മലയടിവാരത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, വാസയോഗ്യമായ സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടതുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഒരു സഹായം അനിവാര്യമാണ്. കാരണം 2000 കോടിയോളം രൂപയുടെ പദ്ധതി എന്നുള്ള 2000 കോടിയുടെ ഒരു പാക്കേജ് നടപ്പാക്കുക എന്നുള്ളതാണ്. അതിനകത്ത് പുനരധിവാസം വരുന്നുണ്ട്. പുനരധിവാസം എന്ന് പറഞ്ഞാൽ താമസം മാത്രമല്ല, അവരുടെ ജോലി, മറ്റുള്ള അവരുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാഭ്യാസം, സ്കൂൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ആരാധനാലയങ്ങൾ ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായി പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടതാണ് ഇവിടെ വന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. അതിൽ പ്രധാനമായും പറയുന്നത് ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലെ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണം എന്നുള്ളൊരു പ്രധാന ആവശ്യം മുഖ്യമന്ത്രി ഉന്നയിക്കും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അത് ഇപ്പോൾ നമുക്കൊരു സാധാരണ നിലയിൽ നമുക്ക് പ്രളയമോ അല്ലെങ്കിൽ ഏതെങ്കിലും വേനലിലോ എല്ലാം തന്നെ കൃഷി നശിച്ചാലൊക്കെ ലഭിക്കുന്ന ഒരു തുകയുണ്ട് കേന്ദ്രത്തിൻ്റെ. അത് വളരെ നാമമാത്രമായൊരു തുകയാണ്. ഇത്തരം മഹാദുരന്തങ്ങളിലും അത്തരത്തിലുള്ള ഒരു നഷ്ടപരിഹാരമില്ലാതെ കുറച്ചുകൂടെ വലിയ രീതിയിൽ ആളുകൾക്ക് ഗുണകരമാവുന്ന രീതിയിലുള്ളൊരു നഷ്ടപരിഹാരം ലഭ്യമാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു പ്രധാന ആവശ്യം. അതിനാവശ്യമായ കേന്ദ്ര സഹായമാണ് പ്രധാനമായും മുഖ്യമന്ത്രി ആവശ്യപ്പെടുക. ഒപ്പം തന്നെ നമുക്കറിയാം, കേന്ദ്ര സംഘം ഇപ്പോൾ ഇവിടെയുണ്ട്. ഈ മാസം 31 വരെ ഇവിടെ ഉണ്ട് വയനാട്ടിലുണ്ട്. ഇന്നലെ ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും എല്ലാം തന്നെ ഇവർ സന്ദർശനം നടത്തിയിരുന്നു. ഇവർക്ക് ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലായി. പ്രധാനമായും ഇവരുടെ ജീവിതോപാധി എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ അതിനുള്ളൊരു വഴി എന്തൊക്കെയാണ് ഈ ആളുകളുടെ. ഒപ്പം തന്നെ ഇവരുടെ പുനരധിവാസം, താമസം, അതുപോലെ തന്നെ തൊഴിൽ, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേറിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. 17 അംഗ സംഘമാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത്. 31 അതിനുശേഷം ഇവർ പോയതിനു ശേഷം വളരെ സമഗ്രമായ ഒരു റിപ്പോർട്ട് കൈമാറും എന്ന് തന്നെയാണ് സംഘം പറയുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു കേന്ദ്ര സഹായം ലഭ്യമാവുക. എന്തായാലും ആളുകൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ എടുത്തു പറയേണ്ട കാര്യം. സ്കൂളുകൾ പ്രധാനമായും ഈ ദുരന്തത്തിന് ശേഷം മേപ്പാടി സ്കൂളാണ് പ്രധാന ക്യാമ്പായി പ്രവർത്തിച്ചിരുന്നത്. മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സെൻറ്റ് ജോസഫ് സ്കൂൾ ഉണ്ടായിരുന്നു. റിപ്പണൽ സ്കൂൾ ഉണ്ടായിരുന്നു. കൽപ്പറ്റ SKMJ സ്കൂൾ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം തന്നെ ഇന്നു മുതൽ അധ്യയനം വീണ്ടും പുനരാരംഭിക്കും എന്നുള്ളതാണ്. വെള്ളാർമലയിലെയും മുണ്ടക്കയിലെയും സ്കൂളുകൾ നമുക്കറിയാം, അത് രണ്ടും മേപ്പാടിയിലാണ് പ്രവർത്തിക്കുക. മേപ്പാടിയിൽ അതിനുവേണ്ടി പ്രത്യേക കെട്ടിടം മാറ്റിയിട്ടുണ്ട്. അവിടെയുള്ള കുട്ടികളെ മാറ്റിയിട്ടുണ്ട്, അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. വെള്ളാർമല സ്കൂൾ ഇനി മുതൽ മേപ്പാടിയിലായിരിക്കും പ്രവർത്തിക്കുക. കുട്ടികളെല്ലാം തന്നെ 2-ാം തീയതി പ്രവേശനോത്സവത്തോടു കൂടി തന്നെയായിരിക്കും ഇവിടെ അധ്യയനം പുനരാരംഭിക്കുക എന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും കേന്ദ്ര സംഘം ഇന്നും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന ആളുകൾ, വീടുകളിലേക്ക് മാറിയതുൾപ്പെടെയുള്ള ആളുകളെ കാണാനും അവരുടെ ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടി തിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം.
തീർച്ചയായും. അതോടൊപ്പം തന്നെ വിനീഷ്, ഈ തിരച്ചിൽ തുടരുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് സാഹചര്യം കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇന്ന് വീണ്ടും തിരച്ചിൽ തുടരുമെന്ന് പറയുന്നു പോലെ. അതോടൊപ്പം വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ട്, സന്തോഷം നൽകിക്കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ച സ്കൂളുകളൊക്കെ ഇന്ന് വീണ്ടും അധ്യയനം തുടങ്ങുകയാണ്. പുതിയൊരു പ്രതീക്ഷകൾക്ക് കൂടിയാണ് ഈ അധ്യയനം വീണ്ടും ആരംഭിക്കുക എന്ന് പറയുന്നത്. വയനാടിന്റെ ജനത, ആ ദുരന്തം അനുഭവിച്ച ജനതയുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചുകൊണ്ട് അവർ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള തുടക്കം കൂടിയല്ലേ വിദ്യാർത്ഥികളടക്കം? തീർച്ചയായും. കാരണം ഇവിടെ തെരച്ചിൽ സംബന്ധിച്ചാണെങ്കിൽ തെരച്ചിൽ ഉണ്ട്. തെരച്ചിൽ പക്ഷേ ഭാഗികമായിട്ടുള്ളൊരു തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശരീരാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ മൃതദേഹമെന്നോ ശരീരാവശിഷ്ടങ്ങൾ എന്നോ പോലും നമുക്ക് പറയാൻ കഴിയില്ല. അസ്ഥിക്കൂടങ്ങളും മറ്റുമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ലഭിച്ചിരുന്നു. ഇത് മൃഗങ്ങളുടേതാണോ മനുഷ്യരുടേതാണോ എന്നുള്ള കാര്യത്തിൽ DNA പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി. അത് മനുഷ്യരുടേതാണെന്ന് ഇന്നലെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ആനക്കാപ്പിലും അതുപോലെ തന്നെ ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലും പരപ്പൻപാറ ഭാഗങ്ങളിലുമൊക്കെയാണ് പ്രധാനമായും തെരച്ചിൽ നടക്കുന്നത്. ഇവിടെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ ഒഴുകി പോയതും ഇവിടെ നിന്നാണ് കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദുരന്തമുണ്ടായതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തി ഇവിടെ നിന്നും ചാലിയാറിൽ നിന്നുമാണ്. ഇത് നിലമ്പൂർ വനമേഖലയോട് അതിരിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെയായിരിക്കും പ്രധാനമായും ആളുകൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് മാത്രമാണ് തെരച്ചിൽ നടക്കുന്നത്. അല്ലാതെയുള്ള ഒരു പരക്കെയുള്ള ആദ്യഘട്ടങ്ങൾ ഉണ്ടായപ്പോൾ ഊർജിതമായൊരു തിരച്ചില്ല. ആളുകൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ആ പ്രദേശത്ത് തെരച്ചിൽ നടത്തുക എന്നുള്ളതും അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തെരച്ചിൽ നിർത്തിയിട്ടില്ല എന്ന് തന്നെ പറയുന്നു. പ്രതികൂല കാലാവസ്ഥയായത് കാരണം ഇന്നലെ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഇന്നലെ ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. അത് ശരിയല്ല എന്ന് തന്നെയാണ് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയത്. അതായത് പ്രതികൂല കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് തിരയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സ്ഥലമാണ്, ഉരുൾപൊട്ടി ഒഴുകിയ സ്ഥലമാണ്. സ്വാഭാവികമായും ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് തെരച്ചിൽ നിർത്തിവെക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാവുന്ന മുറയ്ക്ക് ആളുകൾ ആവശ്യപ്പെടുമ്പോൾ ഓരോ പ്രദേശങ്ങളിലെ ആളുകൾ ഇവിടെ തിരയണം, ഇവിടെയായിരുന്നു ഈ വീടുണ്ടായിരുന്നത് എന്ന് പറയുന്നൊരു ഘട്ടത്തിൽ മാത്രമാണ് അത്തരത്തിലുള്ളൊരു തെരച്ചിൽ ഭാഗികമായി മാത്രമാണ് നടക്കുന്നത്. മറ്റൊന്ന് സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികൾക്ക് ആ ഒരു മെൻ്റൽ ഷോക്ക് അതിൽ നിന്ന് മാറിയിട്ടില്ല. പലപ്പോഴും ഈ വെള്ളാർമല ഭാഗത്തും ഈ ഉരുൾപൊട്ടലിലും നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയൊക്കെ ചെയ്ത കുടുംബങ്ങളിലെ കുട്ടികൾ അതുകൊണ്ട് തന്നെ അവർക്ക് 2-ാം തീയതിയായിരിക്കും സ്കൂൾ തുറക്കുക, സെപ്റ്റംബർ 2-ന്. അത് പ്രവേശനോത്സവത്തോടു കൂടി വളരെ വർണ്ണാഭമായ രീതിയിൽ തന്നെ ചെയ്യാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. കാരണം ആ കുട്ടികളെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നിരവധി കൗൺസിലിങ്ങുകളും മറ്റും കഴിഞ്ഞതാണ്. എന്നാലും കുട്ടികൾ ഇപ്പോഴും ആ ഒരു ദുരന്തത്തിൻ്റെ ആ ഒരു ഷോക്കിൽ നിന്ന് മുക്തരായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും അതുകൊണ്ട് തന്നെ 2-ാം തീയതി ആണ് അവിടെ സ്കൂളുകൾ ദുരന്തബാധിത മേഖലയിലുണ്ടായിരുന്ന കുട്ടികളുടെ സ്കൂളുകൾ തുറക്കുക. വെള്ളാർമല സ്കൂളും അതുപോലെ തന്നെ മുണ്ടക്കൈ സ്കൂളൊക്കെ ആ സമയത്താണ് തുറക്കുക. അതിനു മുമ്പ് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചത് കൊണ്ടാണ് മേപ്പാടിയിലെ സ്കൂളുകളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 30-ന് പാതിരയ്ക്കാണ് ഈ ദുരന്തമുണ്ടാകുക. അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകളാണ് ഇന്ന് തുറന്നിട്ടുള്ളത്. എന്തായാലും ഇന്ന് മുതൽ അധ്യയനം പുനരാരംഭിച്ചിരിക്കുന്നു. പക്ഷേ ഈ ദുരന്തബാധിത കുട്ടികൾ 2-ാം തീയതി സ്കൂളിലെത്തുള്ളൂ. അതും ഈ 2 ദുരന്തബാധിത പ്രദേശം, അതായത് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്തബാധിത പ്രദേശത്തുണ്ടായിരുന്ന 2 സ്കൂളുകളിലെയും കുട്ടികൾ മേപ്പാടി സ്കൂളിൽ അവർക്ക് അതിന് പ്രത്യേക കെട്ടിടം സജ്ജമാക്കിയിട്ടുണ്ട്. 2-ാം തീയതിയാണ് ഇവർക്കിവിടെ അധ്യയനം പുനരാരംഭിക്കുക. തീർച്ചയായും വ്യക്തമാണ്. വിനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ഒരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒരു സഹായമില്ലാതെ, കേന്ദ്രത്തിന് സഹായമില്ലാതെ ഒരു പുനരുജ്ജീവനം സാധ്യമാകാത്ത സാഹചര്യമാണ് വയനാട്ടിൽ. മറ്റു വാർത്തകളിലേക്ക്. ഉരുൾപൊട്ടൽ ദുരന്തം പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം ഈ മാസം 31 വരെ വയനാട്ടിൽ തുടരും. സംഘം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചാവും കേന്ദ്ര സഹായം ലഭ്യമാക്കുക. 17 വകുപ്പുകളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന കേന്ദ്ര സംഘം ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. ദുരന്തബാധിതർക്ക് ശാശ്വതമായ പുനരധിവാസം, ജീവിതോപാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ ഉറപ്പുവരുത്തുകയാണ് സന്ദർശന ലക്ഷ്യം. ദുരന്തത്തിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് സംഘം ശേഖരിക്കുന്നുണ്ട്. ദുരന്തബാധിതരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അന്വേഷിക്കും. മേഖലയിലുള്ളവരുടെ തൊഴിൽ, വിദ്യാഭ്യാസം, വരുമാനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തും. സംഘം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും കേന്ദ്ര സഹായം ലഭ്യമാവുക. ഞങ്ങൾ ആവശ്യപ്പെട്ടതിൽ നിർദ്ദേശിച്ചത് ഈ മാനദണ്ഡങ്ങളിൽ പിടിച്ചു നിൽക്കാതെ യഥാർത്ഥത്തിൽ എത്ര നഷ്ടമുണ്ടായോ ആ നഷ്ടം കണക്കാക്കുന്ന ഒരു മെക്കാനിസത്തിലേക്ക് പോകണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരതെല്ലാം സശ്രദ്ധം കേട്ടു. അവർക്കും ചില നിയമങ്ങൾ ഇട്ട് ആ നിയമമനുസരിച്ച് അവർക്കും പ്രവർത്തിക്കാം. പക്ഷേ വളരെ നല്ല നിലയിലുള്ള ഒരു പ്രതികരണമാണ് അവർ ഉണ്ടായത്. കഴിയുന്നത്ര നേരത്തെ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നുള്ളൊരു ധാരണയോടെയാണ് യോഗം പിരിഞ്ഞത്. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ സംഘവും കേന്ദ്ര സംഘത്തിനൊപ്പമുണ്ട്.
ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി കേന്ദ്ര സംഘത്തിന് ബോധ്യമായ സാഹചര്യത്തിൽ ആവശ്യമായ ധനസഹായം ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. ന്യൂസ് 18 വയനാട്. കോഴിക്കോട് വിലങ്ങാട് അതിശക്തമായ മഴ. വിലങ്ങാട് ടൗൺ പാലം വീണ്ടും വെള്ളത്തിനടിയിലായി. പാലത്തിലൂടെയുള്ള ഗതാഗതം നിലച്ചു. ഉരുൾനാശം വിതച്ച മഞ്ഞച്ചീരയിൽ മേഖലയിൽ നിന്ന് 20ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. ഇത് ശരിക്കും പാലത്തിന് മുകളിലൂടെ തന്നെയാണ് ഈ വെള്ളം ഫുള്ളായിട്ട് മറിഞ്ഞു പോകുന്നത്. ഈ പാലത്തിന് ഒരു കൈവരിയും കൂടെ വെച്ചിട്ട് നമുക്ക് സുരക്ഷ ഒരുക്കി തരാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരെ ഇത് വ്യക്തമായിട്ടൊന്ന് കാണണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതാണ് നമ്മൾ പറയുന്നത്. പ്രായോഗികമായിട്ട് ചിന്തിക്കുക, അതിൻ്റെ പ്രായോഗിക വശം കണക്കിലെടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സുരക്ഷിതത്വത്തിൻ്റെ മാത്രം. അതെ 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 അങ്ങാടിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല, കൂടുതലായിട്ടൊന്നും കയറിയിട്ടില്ല. വെള്ളം ഇച്ചിരി കുറഞ്ഞതാണ്. ഇനി പൊങ്ങിയാൽ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നാളെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കാണും. തിരച്ചിലിനായി ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിക്കുന്നത് വേഗത്തിലാക്കണമെന്നാവശ്യപ്പെടും. MK രാഘവൻ MP, AKM അഷ്റഫ് MLA എന്നിവരോടൊപ്പമായിരിക്കും കുടുംബം ബംഗളൂരുവിൽ എത്തുക. ഇതിനിടയിൽ നാവികസേനയുടെ സംഘം ഗംഗാവലി പുഴയിൽ ലോറി പാർക്ക് ചെയ്ത സ്ഥലത്ത് സോണാർ പരിശോധന നടത്തി. KV ബൈജുവിന്റെ റിപ്പോർട്ട്. അർജുനെ കണ്ടെത്താനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെടാനാണ് കുടുംബം നാളെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കാണുന്നത്. ബംഗളൂരുവിൽ നാളെ 4 മണിക്കാണ് കൂടിക്കാഴ്ച. കുടുംബത്തോടൊപ്പം MK രാഘവൻ MPയും AKM അഷ്റഫ് MLAയും ഉണ്ടാകും. ഏതായാലും അനുകൂലമായ ഒരു നിലപാട് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുള്ളത്. 1 കോടിയോളം രൂപ ചെലവ് വരുന്ന ഡ്രഡ്ജർ, അതായത് ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിൽ നടത്താമെന്നായിരുന്നു നേരത്തെ കർണാടക സർക്കാർ നൽകിയ ഉറപ്പ്. 45 മീറ്റർ താഴ്ചയിൽ ഇത്തരത്തിൽ മണ്ണ് അതുപോലെ തന്നെ കല്ലൊക്കെ നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു യന്ത്രമാണിത്. ആ യന്ത്രം ഇവിടെ എത്തിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമില്ല, സാങ്കേതിക പ്രശ്നങ്ങളില്ല എന്ന് നേരത്തെ തന്നെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ യന്ത്രം എത്തിച്ച് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തി അർജുനെ കണ്ടെത്തണമെന്നൊരു ആവശ്യമാണ് കുടുംബത്തിനുള്ളത്. അത് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കണ്ട് കുടുംബം ബോധ്യപ്പെടുത്തും. എന്തായാലും നിലവിൽ 4 നോട്ട്സാണ് പുഴയുടെ അടിയൊഴുക്ക്. കഴിഞ്ഞ ദിവസം നേവിയുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തിയിരുന്നു. കാരണം ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പരിശോധന നടത്തിയത്. ആ തെരച്ചിലിൽ പരിശോധനയിൽ 4 നോട്ട്സാണ് പുഴയുടെ അടിയൊഴുക്ക് കണ്ടെത്തിയത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 നോട്ട്സ് ആയിരുന്നു. ഏതായാലും രണ്ട് ദിവസങ്ങളിലായി ഈ പ്രദേശത്ത് ശക്തമായ മഴയുണ്ട്. അതുകൊണ്ടാണ് പുഴയുടെ അടിയൊഴുക്ക് വീണ്ടും വർദ്ധിച്ചത്. ഇനിയും ഇത്തരത്തിൽ മഴ ശക്തി പ്രാപിച്ചാൽ അത് തെരച്ചിലിനെ പൂർണ്ണമായും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തിരച്ചിൽ തുടരണമെന്ന കുടുംബം ആവശ്യപ്പെടും. ഈ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം ബാംഗ്ലൂരുവിലേക്ക് പുറപ്പെടുന്നത്. എന്തായാലും ലോറിയുടെ ചില വസ്തുക്കൾ കണ്ടെത്തിയ ആ സ്ഥലം, അവിടെയായിരിക്കും ആദ്യ ഘട്ടത്തിൽ പരിശോധന നടത്തുക. 10 ദിവസത്തെ പരിശോധന, അതായത് അവസാന ഘട്ടം എന്ന നിലയിൽ 10 ദിവസത്തെ പരിശോധനയാണ് ഇത്തരത്തിൽ തെരച്ചിലാണ് നടത്തുക. അത് നേരത്തെ തന്നെ തെരച്ചിൽ നിർത്തിവെക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ കർണാടക സർക്കാർ വ്യക്തമാക്കിയതാണ്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന് ഇത്രയും വലിയൊരു തുക ചെലവഴിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത് കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് ഇത്തരത്തിൽ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നത്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം കർണാടക സർക്കാരിനെ നേരിട്ട് കണ്ട് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ തെരച്ചിൽ തുടരണമെന്ന ഒരു ആവശ്യം ഉന്നയിക്കുക. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമായ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി വന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ തെരച്ചിൽ നടത്തണമെന്ന ഒരു ആവശ്യമായിരിക്കും കുടുംബം ഉന്നയിക്കുക. ഏതായാലും നാളെ നിർണായകമായ കൂടിക്കാഴ്ചയാണ്. അതിനുശേഷം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി തെരച്ചിൽ തുടരുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. ഇടവേള. ഒരു പ്രതിസന്ധിയാകുന്നത് ഒരു പക്ഷേ ഈ തെളിവുകളുടെ അഭാവം അത് ഈ കേസിനെ എങ്ങനെ ബാധിക്കും? അവർക്ക് അവരുടെ ഭാഗം അല്ലെങ്കിൽ അവരനുഭവിച്ച ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നിയമപരമായി എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അതെന്തായാലും അന്വേഷണ സംഘത്തിന് കാര്യമാണ്. നേരത്തെ കൊച്ചിയിലടക്കം ഒരുപാട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയും കേസുമായൊക്കെ മുന്നോട്ട് പോവുകയും നമ്മുടെ വിജയബാബുവിനെ പോലുള്ളവരൊക്കെ കുറച്ചുനാൾ മാറി നിൽക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കേസിന്റെയൊക്കെ അവസ്ഥ അവരൊന്നും പിന്നീട് ശിക്ഷിക്കപ്പെട്ടതായോ അത് മുന്നോട്ട് പോയതായോ കണ്ടില്ല, എങ്ങും എത്താതെ പോയി എന്നുള്ളതാണ്. അങ്ങനെ ഒരു മറുവശം കൂടി ഉണ്ടല്ലോ അല്ലെ. ഇവർ ഈ പറഞ്ഞതുപോലെ ഒരു മാധ്യമ സമ്മർദ്ദത്തിൽ
അന്വേഷണ സംഘം രൂപീകരിക്കുന്നു, കേസെടുക്കുന്നു, അന്വേഷിക്കുന്നു, ഒരുപക്ഷെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഒരു നിയമപരമായ കൂടുതൽ തലങ്ങളിലേക്ക് ഈ കേസുകളൊന്നും പോയ ചരിത്രമില്ലല്ലോ അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ഈ ഒരു പരാതിയുമായി അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു, അതിന് പിന്നാലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ തങ്ങൾക്ക് നേരിട്ട അനീതികൾ അല്ലെങ്കിൽ തങ്ങൾക്ക് നേരിട്ട അതിക്രമത്തെ കുറിച്ചൊക്കെ പറയാനുള്ളൊരു ധൈര്യം അത് സമ്മതിക്കണം. കാരണം അവർ അനുഭവിച്ച ഒരു വേദന, അവർ ഈ ഒരു ഫീൽഡിൽ നിന്ന്, സിനിമാ ലോകത്ത് നിന്ന് തന്നെ അവരെ പുറത്താക്കി അല്ലെങ്കിൽ അവരെ പലപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നൊക്കെ കൊണ്ട് പലരും ഇത് പുറത്തു പറയാതെ ഈ ആഗ്രഹം, പാഷൻ പോലും ഉപേക്ഷിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അവർക്കൊരു അവസരം കിട്ടിയപ്പോൾ അവർ അത് തുറന്നു പറയാൻ തയ്യാറായി. അതൊക്കെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ ചെയ്യുന്നു. പക്ഷെ ഇവരുടെ കയ്യിൽ നമുക്കറിയാം, ഈ പലപ്പോഴും പല കേസുകളും ആരോപണം അല്ലെങ്കിൽ ഒരു പരാതിയുമായി രംഗത്തെത്തുന്നു, പിന്നീടുള്ള അതിന്റെ ഒരു മുന്നോട്ട് പോക്ക്, പ്രത്യേകിച്ച് കോടതിയിലൊക്കെ എത്തുമ്പോൾ ഈ വാക്കാൽ പറയുന്നതിനപ്പുറത്തേക്ക് കോടതിയെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകളാണ് ആവശ്യം. പ്രധാനപ്പെട്ട നടന്മാരോടൊക്കെ ഇത്തരത്തിൽ പ്രതികരണം ആരായുമ്പോൾ അവർ പറയുന്നത് പ്രതികരിക്കാം, നോക്കട്ടെ, ഞങ്ങൾക്ക് തീരുമാനിക്കണം, ഞങ്ങൾക്ക് യോഗം ചേരണം, അങ്ങനെ പല പല ന്യായങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചിലപ്പോൾ അവർക്കുമൊക്കെ ഭയം ഉണ്ടാകും, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തങ്ങളുടെ പേരുണ്ടാകുമോ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് തങ്ങളുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ അവർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ധൈര്യമായി വന്ന് നിലപാട് പ്രഖ്യാപിക്കാൻ അവർ ഭയപ്പെടുന്നത്. ഇന്നലെ പൃഥ്വിരാജിന്റെയൊക്കെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. തിരികെ വാർത്തയിലേക്ക്. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ 3 കുട്ടികളെ കാണാതായി. ശിശുക്ഷേമ സമിതിയുടെ കഞ്ഞിക്കുഴി ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് 3 ആൺകുട്ടികളെയാണ് കാണാതായത്. ഇന്നലെ വൈകുന്നേരം മുതലാണ് ഹോപ്പ് എന്ന ചിൽഡ്രൻസ് ഹോമിലെ 15ഉം 14ഉം വയസ്സുള്ള കുട്ടികളെ കാണാതായത്. മാരാരിക്കുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇപ്പോൾ നവമി ദിനേശിന്റെ കൂടെ നടൻ മുകേഷിനെതിരെ അടക്കം ആരോപണം ഉന്നയിച്ച സന്ധ്യ ചേരുന്നുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ ചേരുന്നുണ്ട്. നവമി, എന്താണ് സന്ധ്യയ്ക്ക് നമ്മളോട് പറയാനുള്ളത്? നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഈ സിനിമാ താരങ്ങൾക്കെതിരെ ആരോപണവുമായി നിരവധി നടിമാർ രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം അവർ ധൈര്യത്തോടെ വന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്നുണ്ട്. അങ്ങനെ തനിക്ക് നേരിട്ട ഒരു അനുഭവത്തെക്കുറിച്ച് ഇപ്പോൾ മാധ്യമത്തിന് ന്യൂസ് 8ക്ക് മുന്നിൽ പറയുകയാണ് നടി സന്ധ്യ. മാം നമസ്കാരം. നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പിന്നീട് നിരവധി വാർത്തകൾ, ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഈ സിനിമാ മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് മാഡത്തിന് ഈ ഒരു മേഖലയിൽ നിന്നും നേരിട്ട ഒരു ദുരനുഭവം ഏതു വിധത്തിലായിരുന്നു? ഞാനിപ്പോൾ 8-10 വർഷമായിട്ട് ഫിലിം ഫീൽഡിലുണ്ട്. ദ സെൻസ് ലൈക്ക് ഒരു മൂവിയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് അമല എന്ന് പറഞ്ഞൊരു മൂവിയാണ്. 5 വർഷം മുന്നേ ഷൂട്ട് കഴിഞ്ഞതാണ്, റിലീസ് ചെയ്ത് കഴിഞ്ഞ വർഷമാണ്. അതിലൊരു ടീച്ചറിന്റെ കരയുടെ ചെറിയ റോളാണ്, 1 ഡേ ഷൂട്ടാണ്. അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ എമൗണ്ട് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടാണ്. ഒരു 2000 കിട്ടിയുള്ളൂ. അതും കുറേ ബാർഗെയിൻ ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയതായ എമൗണ്ട്. കുറേ ആഡ് ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ കണ്ണൻദേവന്റെ ആഡ് ഫിലിം ചെയ്തായിരുന്നു ട്രിവാൻഡ്രത്തിൽ. ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് ട്രിവാൻഡ്രത്തിൽ പോയിട്ട് നമ്മൾ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ പേയ്മെന്റ് 2500 ആണ്. പക്ഷെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അറിഞ്ഞത് അതിന് റെമ്യൂണറേഷൻ 8000 10,000 എങ്ങാണ്ടേ ആയിരുന്നു. പക്ഷെ നമുക്ക് കയ്യിൽ കിട്ടിയ എമൗണ്ട് വളരെ ചെറിയ എമൗണ്ട് ആണ്. അപ്പോൾ ഈ ഇടയ്ക്ക് കളിക്കുന്ന കുറേ പേരുണ്ട്, കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അവരാണ് നമ്മൾ റിക്വയർമെന്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ അവരാണ് ഈ പൈസ മുഴുവൻ തട്ടിയെടുക്കുന്നത്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഭയങ്കര വിവേചനമാണ് ഇവിടെ. സൂപ്പർ സ്റ്റാർസിനൊക്കെ നല്ല ഭക്ഷണവും നമുക്കൊക്കെ ഭക്ഷണം വേറൊരു ലൊക്കേഷനാണ്, അത് വേണമെങ്കിൽ കഴിച്ചാൽ മതി, ആ ഒരു രീതിയാണ്. അപ്പോൾ അവിടെ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്. പിന്നെ ഈ കുറെ കാസ്റ്റിംഗ് കോൾസ് നമ്മൾ കാണുമല്ലോ, അത് നമ്മൾ അയക്കുമ്പോൾ അത് മിക്കതും ഫേക്കാണ്, അതൊന്നും റിയാലിറ്റി അല്ല. അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരക്ടേഴ്സിനെ. വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടിയാണ് അവർ കാസ്റ്റിംഗ് കോൾ ഇടുന്നത്. ഓഡിഷന് പോയാലും അവർ നമ്മളെ വിളിക്കില്ല, ഓഡിഷൻ കഴിഞ്ഞ് മിണ്ടാതിരിക്കും ഇവർ. പിന്നെ ഈ കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും, നമ്മളത് അക്സെപ്റ്റ് ചെയ്യും, നമ്മളെ ഫോട്ടോസ് അയച്ചു കൊടുക്കും, നമ്മുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. അപ്പോൾ ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, പ്രൊഡക്ഷൻ മാനേജേഴ്സ്, അവരൊക്കെ വിളിച്ചിട്ട് നമ്മളത് പറയുന്നത് നിങ്ങൾ മാരീഡ് ആണോ അല്ലയോ എന്നൊക്കെ ചോദിക്കുക ആദ്യം. അതൊരു ഐസ് ബ്രേക്കിംഗ് ഇതുപോലെയാണ് അവർ ചോദിക്കുന്നത്. പിന്നെ അവർ ചോദിക്കുന്നത് നിങ്ങൾ എക്സ്പോസിംഗ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇടുവോ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സിന് തയ്യാറാണോ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് റോള് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റോള് കിട്ടത്തില്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർ കാണിക്കുന്നത്. പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഒരു അഭിനയിക്കാൻ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ആ ഒരു കഴിവല്ല അവർ മാനദണ്ഡമായി കണക്കാക്കുന്നത്. അതെ, നമ്മുടെ അടുത്ത് റോള് പറയത്തില്ല, പ്രോജക്റ്റ് പറയത്തില്ല. നമ്മുടെ അഭിനയിച്ച പ്രോജക്ട്സിനെ കുറിച്ചും വലുതായിട്ട് ചോദിക്കത്തില്ല അവര്. അപ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഈ മെന്റാലിറ്റിയാണ്. ബിക്കോസ് അവർ വിചാരിക്കുന്ന എല്ലാ സ്ത്രീകളും എല്ലാത്തിനും യെസ് പറയുന്നതാണ് അവർ വിചാരിച്ചിരിക്കുന്നത്.
ബിക്കോസ് അവർ പറയുന്നത് നിങ്ങൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല, വേറെ 1000 സ്ത്രീകളുണ്ട് യെസ് പറയാൻ, നിങ്ങൾക്ക് ആ റോള് തന്നിട്ട് ഞങ്ങൾക്ക് എന്താ ബെനിഫിറ്റ്, ഇങ്ങനെയാണ് ചോദിക്കുന്നവര്. അപ്പോൾ അതൊരു സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ പാഷനാന്ന് പറഞ്ഞ് നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിച്ചല്ലോ. ബിക്കോസ് കോർപ്പറേറ്റ്സിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കോർപ്പറേറ്റ്സിലൊക്കെ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് വിങ് ഉണ്ട് HR-ന്റെ. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് തുറന്നു പറയാം, അവരെ ആ സമയത്ത് തന്നെ ടെർമിനേറ്റ് ചെയ്യും അങ്ങനത്തെ ഒരു എംപ്ലോയിനെ. ഇവിടെ അങ്ങനെ എന്ത് സംവിധാനമാണുള്ളത്? ലേഡീസിന് എന്തൊരു സുരക്ഷയാണ് ഈ ഒരു ഫീൽഡിലുള്ളത്? എല്ലാവരും ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യാൻ തുടങ്ങി നമ്മൾ എങ്ങനെ ആ ഫീൽഡിലേക്ക് ഇറങ്ങിച്ചെല്ലും? അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഒരുപാട് താരങ്ങൾ തങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ അത് ഒരു കമ്മിറ്റിക്ക് മുന്നിൽ പറയുന്നു. അതിനപ്പുറത്തേക്ക് ഈ ആരോപണ വിധേയരായവരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് മാറേണ്ട സമയം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ബിക്കോസ് നമ്മളിപ്പോൾ എത്ര കംപ്ലൈന്റ് ചെയ്താലും എത്ര ബഹളം കൂട്ടിയാലും ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതെനിക്കറിയാം. ഇപ്പൊ സ്പെഷ്യൽ ടീമിനെ നിങ്ങൾ നിയോഗിച്ചിട്ടെന്ന് പറഞ്ഞാലും അത് എത്രത്തോളം മുന്നോട്ട് പോകുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമ്മൾ ഈ എത്രത്തോളം ഈ കാലം സ്ത്രീകൾ യെസ് പറയുന്നുണ്ടോ അത്രത്തോളം കാലം ഈ ചൂഷണവും ഈ സെക്ഷൽ ഹരാസ്മെന്റും നടന്നുകൊണ്ടേയിരിക്കും. അതിലൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇവരെല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക തന്നെ ചെയ്യും. ഇവരാരും ജയിലിലൊന്നും ഇടാൻ പോകുന്നില്ല. അതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. പിന്നെ രണ്ടാമത് ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് പറയുന്നത് ഈ കാണുന്ന നടികൾ, സൂപ്പർ നടികളുടെ പേരൊക്കെയാണ് പറയുന്നത്. ഞാനത് എടുത്തു പറയുന്നില്ല. തമിഴാവട്ടെ മലയാളമാവട്ടെ ഇവരൊക്കെ വന്നത് ഈ വഴി തന്നെയാണ്. ഇവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ കുറെ സ്ത്രീകളും പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവർ ദേ ആർ നോട്ട് റെഡി ടു സ്പീക്ക് അബൌട്ട് ഇറ്റ്. അതാണ് പ്രോബ്ലം. സിനിമയിലുള്ള ഈ നടിമാർ തന്നെ അവർ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് തുറന്നു പറഞ്ഞാൽ മാത്രമേ ഈ സിനിമാ മേഖലയിൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ശുദ്ധീകരണം ഉണ്ടാകൂ. അങ്ങനെ തന്നെയല്ലേ കരുതുന്നത്? തീർച്ചയായിട്ടും. അവരെന്ന് സംസാരിക്കുന്നോ അന്ന് എന്തെങ്കിലും നമുക്ക് ചേഞ്ച് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കുറെ പേര് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഇവരൊക്കെ പറയുന്നത് എന്താ, നമ്മളൊക്കെ പൈസയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ആൾക്കാരെ കരിവാരി തേക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ബാഡ് നെയിം കൊണ്ടുവരാനാണ്. അതൊന്നുമല്ല, അതൊന്നും നടന്ന കാര്യമാണ്. ആൾക്കാരെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതിലെന്ത് തെറ്റാവുള്ളത്? അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇത് എനിക്ക് നടന്ന കാര്യങ്ങളാണ്, അത് ഞാൻ തുറന്നു പറയുന്നു. എല്ലായിടത്തും റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്. അവർ പറയുന്നത് ഹീറോസ് ആണ് ഹീറോയിൻസിനെ ഡിസൈഡ് ചെയ്യുന്നത്, സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിനെ പോലും ഡിസൈഡ് ചെയ്യുന്നത് ഈ ആക്ടേഴ്സ് ആണ്. ഇങ്ങനെയാണ് ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് പറയുന്നത്. അപ്പൊ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എവിടെയാ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്? കിട്ടത്തില്ല. ഈ മുകേഷിനെതിരെ ഒരു ആരോപണം കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് എന്തായിരുന്നു? അതുമായി ബന്ധപ്പെട്ട സംഭവം? എനിക്കറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അവരിപ്പോ ഫീൽഡിലില്ല. അവരിപ്പോ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അവരുടെ പേരൻസ് എവിടെയാണെന്ന് എനിക്കറിയില്ല. അവർ കുറെ വർഷങ്ങൾ മുമ്പ് സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ആരുമില്ലാത്ത സമയത്ത് അവരുടെ അമ്മയാണ് വീട്ടിലുണ്ടായിരുന്നത്, ആ ആർട്ടിസ്റ്റിന്റെ. അപ്പോൾ എങ്ങനെയൊക്കെയോ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഈ പുള്ളി വീട്ടിൽ പോയപ്പോൾ മിസ്ബിഹേവ് ചെയ്തു. അവരടിച്ചു പുറത്താക്കി. അങ്ങനെയാണ് ഞാൻ കേൾക്കാൻ. അമ്മയോട്? അതെ, അമ്മയോട് മിസ്ബിഹേവ് ചെയ്തു. അവരടിച്ചു പുറത്താക്കി. പിന്നെ അവർ ആ ഫിലിം ഫീൽഡ് തന്നെ വിട്ടു. അവർക്ക് ഇങ്ങനെ ദുരനുഭവം ഉണ്ടാകുമ്പോൾ ആരും പോവില്ലല്ലോ. ഈ മുകേഷിനെതിരെ അടിക്കടിയായി നിരവധി ആരോപണങ്ങൾ വരുന്നു. പക്ഷെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതെ, തീർച്ചയായിട്ടും. ദേ ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് ദ കൾപ്രിറ്റ്സ്. നമുക്കിപ്പോൾ അതിലെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഗവൺമെന്റാണ് ചെയ്യുന്നത്. ചെയ്താൽ വളരെ നല്ല കാര്യം. നമുക്ക് നീതി ലഭിക്കും. നമ്മളെപ്പോലെ സഫർ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ നീതി ലഭിക്കും. പക്ഷെ അത് എത്രത്തോളം ഗവൺമെന്റ് ഇതിൽ ആക്ഷൻ എടുക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഗവൺമെന്റിനെ പുറത്തായിരിക്കും. ഇപ്പൊ മറ്റൊരു കാര്യം, ഈ ആരോപിച്ചു വരുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ തങ്ങൾ അനുഭവിച്ച ഒരു വിഷമം തുറന്നു പറയുന്നവർ പലപ്പോഴും അവരുടെ കയ്യിൽ തെളിവുകളില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഈ അത് തന്നെയാണ് ഈ ആരോപണ വിധേയരും പറയുന്നത്. ഞങ്ങൾ നിയമമായി തന്നെ മുന്നോട്ട് പോകും, തെളിവ് എവിടെ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരും ചോദിക്കുന്നത്. പക്ഷെ ഇതൊരു കോടതിയുടെ മുന്നിലെത്തുമ്പോൾ ഇവരെ എത്രമാത്രം ശിക്ഷിക്കാൻ കഴിയും? അതിലൊരു ആശങ്കയുണ്ടോ? ആശങ്കയുണ്ട്. ജുഡീഷ്യൽ സിസ്റ്റം നമ്മളിപ്പോ ഞാൻ എക്സാമ്പിൾ പറയാം. എന്തൊരു കംപ്ലൈന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയാലും കൾപ്രിറ്റ്സിനാണ് ഈ പോലീസുകാർ സപ്പോർട്ട് ചെയ്യുന്നത്. കംപ്ലൈന്റ് കൊടുക്കുന്നതിന് അവന് വാല്യൂ ഇല്ല. അതിപ്പോ ലേഡി ആയാലും നിങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടല്ലേ അവരങ്ങനെ ബിഹേവ് ചെയ്തത്? ഇങ്ങനെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോയി എങ്ങനെയാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത്? നമുക്കവിടെ നീതി കിട്ടൂല്ല. എനിക്ക് ജുഡീഷ്യൽ സിസ്റ്റത്തിലും വിശ്വാസമൊന്നുമില്ല. അവര് നമുക്കെതിരെ നമുക്ക് സപ്പോർട്ടീവായിട്ട് ചെയ്യുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇവര് ചെയ്യുന്നതന്നെ ചെയ്തുകൊണ്ടിരിക്കും. പ്രൂഫില്ല എന്ന് പറയുന്നുണ്ട്. നമുക്കൊരു മിസ്ബിഹേവ് നടക്കും. നമുക്ക് ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ? നമ്മൾ എങ്ങനെ അവിടെ നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ രക്ഷപ്പെടുന്നല്ലേ നോക്കത്തുള്ളൂ. അപ്പൊ ഇവര് പ്രൂഫില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ വന്ന് പറയുന്നത്. ദ വിക്ടിം ഇസ് കമ്മിങ് ഫോർവേഡ് ആൻഡ് ടെല്ലിംഗ് ദാറ്റ്, റൈറ്റ്? ഇനി അതിൽ കൂടുതൽ പ്രൂഫ് എന്താണ് വേണ്ടത്? ഈ ജുഡീഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു പോലീസ് ഫോഴ്സിന് എന്തിനാണ് വേറൊരു പ്രൂഫ് ആവശ്യം? എന്തായാലും കള്ളൻ കട്ടു എന്ന് പറയത്തില്ല. അവരെപ്പോഴും ഡിനൈ ചെയ്യത്തേ ഉള്ളൂ. ഇനിയിപ്പോ മുന്നോട്ട് എങ്ങനെ പോകണം അത് നോക്കിയിരുന്ന് കാണേണ്ട കാര്യമാണ്.
ഒരു നീതി ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും നവമി പ്രതികരണം എടുത്തുകൊള്ളുക. എന്തായാലും ഇപ്പോൾ സന്ധ്യ നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് സിസ്റ്റത്തിൽ, ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വിശ്വാസമില്ല എന്ന്. ആ വിശ്വാസം ഓരോ ഇരയ്ക്കും ഉണ്ടാക്കി കൊടുക്കേണ്ടത്, ഈ നാട്ടിലെ ഓരോ സ്ത്രീക്കും ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ തന്നെയാണ്. അവർ അതിന് മുൻകൈയെടുത്തേ മതിയാകൂ. അത്തരത്തിൽ വിശ്വാസം ഉണ്ടാകുന്ന ഒരു സമൂഹം, ഇവിടുത്തെ പെൺമ ആ തരത്തിലേക്ക് വളർന്നു വരണം. അത് നമ്മുടെ സർക്കാരിന്റെ, നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ, നമ്മുടെ അധികാരികളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം രഞ്ജിത് രാമേന്ദ്രൻ ചേരും ന്യൂസ് ട്രെൻഡ്സിൽ. നമസ്കാരം. നിലപാട്